ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസൺ ആരംഭിക്കാനിരിക്കെ എല്ലായിടത്തെയും ചർച്ചാ വിഷയം സഞ്ജു സാംസണാണ്. രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലെത്തിയ സഞ്ജുവിന്റെ പ്രകടനം എങ്ങനെയാവുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. MS ധോണിക്കൊപ്പം കളിക്കുകയെന്ന തന്റെ വലിയ സ്വപ്നമാണ് സഞ്ജു ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ ഒരുങ്ങുന്നത്. സഞ്ജുവിനെ CSKയിലേക്ക് കൊണ്ടുപോകുന്നതിന് പിന്നിൽ ധോണിയുടെ ഇടപെടലായിരുന്നു ഉണ്ടായിരുന്നത്. രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനമടക്കം ഉപേക്ഷിച്ചാണ് സഞ്ജു CSKയിലേക്ക് എത്തുന്നത്. തന്നെ വളർത്തി വലുതാക്കിയ രാജസ്ഥാൻ റോയൽസ് വിട്ട് ഇത്തരമൊരു കൂടുമാറ്റം സഞ്ജു നടത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചതുമില്ല. ധോണിയുടെ ശക്തമായ കരുനീക്കങ്ങൾ സഞ്ജുവിന്റെ കൂടുമാറ്റത്തിന് പിന്നിലുണ്ടെന്ന് പറയാം. ധോണി CSKയിലേക്ക് തന്റെ പിൻഗാമിയായി സഞ്ജുവിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് പറയാം. ഋഷഭ് പന്ത്, ഇഷാൻ കിഷൻ, KL രാഹുൽ തുടങ്ങിയ പ്രമുഖരെയെല്ലാം ധോണിക്ക് തന്റെ പിൻഗാമിയായി CSKയിലേക്ക് കൊണ്ടുവരാമായിരുന്നു. എന്നാൽ ഇവരെല്ലാം തഴഞ്ഞ് സഞ്ജുവിനെ തന്റെ പിൻഗാമിയായി CSKയിൽ വാഴിക്കാൻ ധോണി തീരുമാനിച്ചത് എന്തുകൊണ്ടാകും? അതിന് 3 കാരണങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, ആരാധകരെ സൃഷ്ടിക്കാനുള്ള സഞ്ജുവിന്റെ കഴിവാണ്. MS ധോണി എന്ന വികാരത്തിലാണ് CSKയുടെ അടിത്തറ. ധോണി മികച്ച പ്രകടനം പുറത്തെടുത്താലും ഇല്ലെങ്കിലും അദ്ദേഹം കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആരാധകരിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു മാന്ത്രിക അനുഭവമുണ്ട്. ഈ സീസണോടെ CSKയ്ക്ക് അത് നഷ്ടമാകും. കാരണം ഈ സീസണോടെ ധോണി കളിക്കാരനെന്ന നിലയിലെ കരിയറിന് വിരാമം വിടാൻ പോവുകയാണ്. ധോണി വിരമിക്കുമ്പോൾ ആരാധകരിൽ ആവേശമുയർത്താൻ സാധിക്കുന്ന ഒരു ക്രൗഡ് പുള്ളറായ ഒരു താരത്തെ CSKയ്ക്ക് ആവശ്യമാണ്. നിലവിൽ അതിന് ഏറ്റവും കൂടുതൽ സാധിക്കുക സഞ്ജു സാംസണാണ്. മലയാളി താരം ഇന്ന് ക്രിക്കറ്റ് ആരാധകർക്കിടയിലെ ഒരു വികാരമാണ്. 2020 ലോകകപ്പിലെ കിടിലൻ പ്രകടനത്തോടെ സഞ്ജുവിന്റെ ആരാധക പിന്തുണ ഇരട്ടിയായി മാറുകയും ചെയ്തു. സഞ്ജു ധോണിയുടെ പകരക്കാരനാവുമ്പോൾ ആരാധക പിന്തുണ ഉയരുകയല്ലാതെ കുറയുന്ന സാഹചര്യം ഉണ്ടാകില്ല. സഞ്ജു സാംസൺ എന്ന പേര് ഇന്നൊരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഋഷഭിനും ഇഷാനും രാഹുലിനുമൊന്നും വലിയൊരു വൈകാരിക ബന്ധം ആരാധകർക്കിടയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ പകരക്കാരനായി സഞ്ജു വരണമെന്ന് ധോണി ആഗ്രഹിച്ചില്ല തെറ്റ് പറയാനാകില്ല. രണ്ടാമത്തെ കാര്യം, വിക്കറ്റിന് പിന്നിലെ മികവാണ്. സഞ്ജു കടുത്ത ധോണി ആരാധകനാണ്. ധോണിയെ പോലെ വിക്കറ്റിന് പിന്നിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന താരമാണ് സഞ്ജു. മിന്നൽ വേഗത്തിലുള്ള സ്റ്റംപിങ്ങും ഡൈവിംഗ് ക്യാച്ചുകളുമെല്ലാം സഞ്ജുവിൻ്റെ കയ്യിൽ ഭദ്രമാണ്. നിലവിൽ വിക്കറ്റിന് പിന്നിൽ ഏറ്റവും കുറവ് പിഴവുകൾ വരുത്തുന്ന താരം കൂടിയാണ് സഞ്ജു. മലയാളി താരത്തിന്റെ വിക്കറ്റിന് പിന്നിലെ ഈ മികവും ധോണി തന്റെ പകരക്കാരനായി സഞ്ജുവിനെ കൊണ്ടുവരാൻ കാരണമായിട്ടുണ്ട്. മൂന്നാമത്തെ കാരണം സഞ്ജുവിന്റെ ശാന്ത സ്വഭാവമാണ്. ധോണിയുടേതിന് സമാനമായ പെരുമാറ്റമാണ് സഞ്ജുവിൻ്റേത്. മതിമറന്നുള്ള ആഹ്ലാദമോ വൈകാരിക പ്രകടനങ്ങളോ സഞ്ജുവിന്റെ കാര്യത്തിൽ കാണാൻ സാധിക്കില്ല. തന്റെ ദൗത്യം നിർവഹിച്ച് ശാന്തതയോടെ മടങ്ങുന്ന രീതിയാണ് സഞ്ജുവിനുള്ളത്. എന്നാൽ ടീമിന് ആവശ്യമുള്ളപ്പോഴെല്ലാം ധോണിയും സഞ്ജുവും മുന്നിൽ നിന്ന് ചോദ്യം ഉയർത്തുകയും ചെയ്യും. ധോണിയെപ്പോലെ ശാന്തതയോടെ തീരുമാനമെടുക്കാൻ സഞ്ജുവിന് കഴിവുണ്ട്. അധികം വൈകാതെ CSKയുടെ നായകസ്ഥാനത്തേക്കും സഞ്ജു എത്തിയേക്കും. ഈ സീസണിന് ശേഷം ധോണി CSKയുടെ പരിശീലക സംഘത്തിന്റെ ഭാഗമായേക്കും. വരുന്ന 5 വർഷത്തേക്കെങ്കിലും CSKയുടെ ഭാഗമായി സഞ്ജു സാംസൺ തുടരുകയും ചെയ്യും. ഇത് തന്നെയാകും ധോണി ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് കരുതുകയും ചെയ്യാം.